ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ മുമ്പിലുള്ള അന്താരാഷ്ട്ര വിഷയങ്ങൾ പലതുമുണ്ട്. പക്ഷേ നമ്മളെ ഇപ്പം ഓരോ ഈ മലയാളിയെപ്പോലും ബാധിക്കുന്ന വിഷയങ്ങളാണ് ഈ മധ്യേഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവവികാസങ്ങൾ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സിറിയയാണ്. ഇപ്പോൾ സിറിയയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമുണ്ട്. അവിടെ പ്രാഥമികമായിട്ടൊരു മനുഷ്യൻ നേരിടുന്ന പ്രശ്നമുണ്ട്. മനുഷ്യൻ്റെ ഏതെല്ലാം അവസ്ഥകളിലൂടെ അവൻ കടന്നു പോകുമോ ആ രീതിയിൽ നേരിടുന്ന പ്രശ്നമുണ്ട്. അതോടൊപ്പം സിറിയ ഒരു രാജ്യമെന്ന നിലയിൽ നേരിടുന്നൊരു പ്രശ്നമുണ്ട്. ഇന്നിപ്പോൾ സിറിയ യഥാർത്ഥത്തിൽ സിറിയ ഒരു രാജ്യം അല്ലാതായിരിക്കുന്നൊരവസ്ഥയിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ പിന്നിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും മൂലകാരണത്തിലേക്ക് പോകുമ്പോഴാണ് നമ്മളതിൻ്റെ ഈ മധ്യേഷ്യയുടെ തകർന്ന അവസ്ഥയും അല്ലെങ്കിൽ യുദ്ധം കൊണ്ട് എന്താ പറയുക, ഓരോ ദിവസം നമ്മളീ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളിൽ പോലും അവിടെ നൂറുകണക്കിന് മനുഷ്യർ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഗാസയിലെടുത്ത് നോക്കിക്കഴിഞ്ഞാലും സിറിയയിലെടുത്ത് നോക്കിക്കഴിഞ്ഞാലും സിറിയയിലെ യഥാർത്ഥ സംഭവങ്ങളൊന്നും നമുക്ക് പുറത്തേക്ക് വരുന്നില്ല. അവിടെ ISS കഴിഞ്ഞ ദിവസം 200 പേരെ കൊന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഇസ്രയേൽ ഈ ആസാദിൻ്റെ പിൻവാങ്ങലിന് ശേഷം നിരന്തരമായി കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ എല്ലാ സംഗതികളും തകർത്ത് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു അതേപോലെ തന്നെ ISSൻ്റെ ഭാഗത്ത് നിന്ന്, കുർദുകളുടെ ഭാഗത്തു നിന്ന്, അപ്പോൾ ഇങ്ങനൊരു അവസ്ഥയിലാണ് സിറിയ കിടക്കുന്ന സ്ഥാനം. അപ്പോൾ ഈ ഒരു വിഷയം എങ്ങനെ PS ശ്രദ്ധിച്ചിട്ടുണ്ടോ സ്ഥാനം? അല്ല, ഇതിൻ്റെ ഒരു വിഷയം നമ്മൾ പരിശോധിച്ചാൽ നമ്മളിപ്പോൾ ഈ സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞതിന് ശേഷം ലോക രാഷ്ട്രീയം രൂപപ്പെടുന്നത് ബൈപ്പോളാർ വേൾഡ് എന്ന നിലക്കായിരുന്നു. അതെ, ഒന്ന് അമേരിക്കൻ ചേരി, മറ്റൊന്ന് സോവിയറ്റ് റഷ്യയുടെ ചേരി എന്നുള്ള. അപ്പോൾ ലോകത്തിനൊരു ബാലൻസ് ഉണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ എവിടെയെങ്കിലും ഒരു ഇതിലാരെങ്കിലും അമേരിക്കൻ ചേരിയിൽ ആരെങ്കിലും ആക്രമിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ എതിർ ചേരിക്കാർ അതിനെ തടയാനായിട്ട് ചെല്ലുന്നൊരു സ്ഥിതിയുണ്ടായി. അത് പക്ഷേ സോവിയറ്റ് റഷ്യയുടെ തകർച്ചയോടുകൂടി ഈ ബൈപ്പോളാർ വേൾഡ് എന്ന് പറയുന്നത് ഇല്ലാണ്ടായി. പിന്നെ നമ്മളിപ്പോൾ യൂണിപ്പോളാർ വേൾഡിലാണ്. അതിൽ തന്നെ ഏകഛത്രാധിപതിയായിട്ട് വാഴുന്നത് അമേരിക്കയാണ്. എന്നുവെച്ചാൽ അമേരിക്ക ലോകത്തിൻ്റെ പോലീസുകാരനായി മാറി എല്ലാ അർത്ഥത്തിലും. അതെ അതെ. അപ്പോൾ അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള രീതിയിൽ അവർക്ക് എളുപ്പത്തിൽ കരുക്കൾ നീക്കാനായിട്ട് കഴിയുന്നു എന്നതാണ് ഇതിൻ്റെ പിന്നിലുള്ള ഒരു രാഷ്ട്രീയം. നമ്മൾ വളരെ വിസ്തൃതമായിട്ടുള്ള രീതിയിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. പക്ഷേ പലപ്പോഴും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇറാഖിലായാലും ഇറാനിലായാലും സിറിയയിലായാലും ഇതൊക്കെ മുസ്ലിം രാഷ്ട്രങ്ങളാണ് എന്നുള്ളതിൻ്റെ പേരിൽ ഈ ഒരു ഇസ്ലാമോഫോബിയ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന, അല്ലെങ്കിൽ പൊതുവെ ആളുകളൊക്കെ ചർച്ചയ്ക്ക് വെക്കുന്ന ഈ മുസ്ലിം വിരോധം, അത് ഇതിൻ്റെ മറവിൽ മിക്കവാറും തന്നെ ഈ അമേരിക്കയുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ നിർവഹിക്കാനായിട്ടുള്ള പശ്ചാത്തലം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അതിന് പക്ഷേ വഴിയൊരുക്കി കൊടുക്കുന്നതും അവരൊക്കെ തന്നെയാണ്, മുസ്ലിംകൾ തന്നെയാണ്. ശരിക്കും അതിലൊന്നും ഒരു തർക്കമില്ല. കാരണം ഇപ്പോൾ പാലസ്തീനിലെ ഇതേപോലെ കൂട്ടക്കുരുതിക്ക് ഇസ്രായേലിന് സൗകര്യം ഉണ്ടാക്കി കൊടുത്ത് യഥാർത്ഥത്തിൽ അവിടുത്തെ ഹമാസാണ്. തീർച്ചയായിട്ടും ഹമാസ് തന്നെയാണ്. അപ്പോൾ അവരാണ് അതിൻ്റെ ഉത്തരവാദികൾ. നമ്മൾ വേറെ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ നമ്മൾ പുറത്തു നിന്നിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് സാറ് നേരത്തെ സൂചിപ്പിച്ചതിൽ വളരെ പ്രധാനപ്പെട്ടൊരു പോയിന്റാണ് എന്താണ് മനുഷ്യൻ എന്ന നിലയിൽ സിറിയയുടെ ഒരു മനുഷ്യാവസ്ഥ എന്താണ്? അത് വളരെ ഗുരുതരമാണ്. ഒരു ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനും അനുഭവിക്കാൻ പാടില്ലാത്തതും അങ്ങനെ അനുഭവിക്കപ്പെടേണ്ടതുമല്ലാത്ത തരത്തിലേക്ക് അവർ മനുഷ്യനില്ലായ്മ ചെയ്യുന്നു. അതെ അതെ. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഗതി ഇത് തുർക്കിയുടെ വിജയം കൂടെയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ എർദോഗൻ്റെ ഒരു നേരിട്ട് നടത്തിയ മുന്നേറ്റമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ എർദോഗൻ അവിടെ നാട്ടിൽ നേരിടുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുർദിഷ് തീവ്രവാദികളുടെ ഭാഗത്ത് അദ്ദേഹത്തിൻ്റെ അവിടുത്തെ കുർദികളുടെ തീവ്രവാദികൾ എന്നാണ് എർദോഗൻ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെതിരെയുള്ള അവർക്ക് കിട്ടുന്ന സഹായം, അല്ലെങ്കിൽ അവരും ഈ സിറിയയിലുള്ള കുർദുകളും കൂടെ ചേർന്നിട്ടാണ് തുർക്കിയിൽ പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ളതാണ് എർദോഗൻ നേരിടുന്ന പ്രശ്നം. അതേസമയത്ത് ഈ സിറിയയിലെ കുർദുകളെ സഹായിക്കുന്നത് അവരുടെ പിന്നിലുള്ള ശക്തി മുഴുവൻ അമേരിക്കയുമാണ്. അല്ല, നേരത്തെ നമ്മളിത് ഇറാഖിൽ കണ്ടതാണ്. അതെ, ഇറാഖ് യഥാർത്ഥത്തിൽ ഇറാഖാണ് കലാപം ആരംഭിക്കുന്നത്. തീർച്ചയായിട്ടും മധ്യേഷ്യ അതായത് കുവൈറ്റിനെ ആക്രമിക്കുന്നതോടുകൂടിയാണ് യഥാർത്ഥത്തിൽ ഇറാഖിലേക്ക് ഇറങ്ങാൻ അമേരിക്കക്ക് ശരിക്കും ഫുട്പാത്ത് ഉണ്ടാക്കി കൊടുക്കുന്നതിന്. അങ്ങനെയാണ് ഇറങ്ങി നശിപ്പിച്ച് തകർത്ത് ഇറാഖില്ലാതായി. ഇപ്പോൾ ഇറാഖ് എന്ന് പറഞ്ഞതിനിടയിൽ അമേരിക്കയുടെ ഒരു സാറ്റലൈറ്റാണ്.
അമേരിക്ക എന്താ ആഗ്രഹിക്കുന്നു അതിനനുസരിച്ചിട്ട് അവിടെ പ്രവർത്തനങ്ങൾ നടക്കുന്നു. അവിടുത്തെ പെട്രോൾ മുഴുവൻ അവർ അടിച്ചുകൊണ്ട് പോകുന്നു. ഇപ്പോൾ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ അതാണ് മധ്യേഷ്യയുടെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ. ഈ സമ്പത്ത് മുഴുവനും അമേരിക്ക അടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് അമേരിക്ക പതുങ്ങിയിരുന്ന് ഓരോരോ അവസരങ്ങൾ ഉണ്ടാക്കി അതിനനുസരിച്ച് അവർ വിജയം നേടുകയാണ് ചെയ്യുന്നത്. പക്ഷേ ആ വിജയം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതിൽ മുഖ്യ പങ്കാളികൾ എന്ന് പറഞ്ഞാൽ ഈ ഇസ്ലാമിസ്റ്റുകൾ അതേപോലെ തന്നെ മുസ്ലിം നേതൃത്വമാണ്. കാരണം ഇറാഖിലും അങ്ങനെയാണ് സംഭവിച്ചത്. സദാം ഹുസൈൻ എന്തിനാ കുവൈറ്റിനെ ആക്രമിക്കാൻ പോയി എന്നുള്ളത് ലോകം ആർക്കും മനസ്സിലാവാത്ത കാര്യമാണ്. പക്ഷെ അങ്ങനെ പോയി ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഹമാസ് എന്തിനാണ് പോയിട്ട് ഒരു ദിവസം പ്രഭാതത്തിൽ ഇസ്രായേലിൽ കയറിയിട്ട് അടിച്ച് കുറേ ആളുകൾ ശരിപ്പെടുത്തിയെന്ന് നമുക്കാർക്കും മനസ്സിലായി. തീർച്ചയായിട്ടും മനസ്സിലാക്കാവുന്ന സാധനമുള്ളായിരുന്നു ഇസ്രായേൽ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് വളരെ വ്യക്തമായിട്ട്. അവർക്ക് ലൈസൻസ് കൊടുത്ത് ഇവരെ കൊല്ലാൻ, പാലസ്തീനുകൾ മുഴുവൻ കൊല്ലാനായിട്ട്, ഗാസ നശിപ്പിക്കാനായിട്ട് ലൈസൻസ് കൊടുത്ത് ഇവരാണ്, ഹമാസാണ്. അതുപോലും നമുക്കിതിൻ്റെ പിന്നിൽ ഈ പറഞ്ഞതുപോലെ അമേരിക്കൻ നിയന്ത്രിതമായ ഇസ്രായേൽ ശക്തികളാണോ എന്ന് ഈ കാലം തെളിയിക്കുമെന്ന് അറിയാൻ പറ്റത്തില്ല. അതെ, തീർച്ചയായിട്ടും. ഈ ഹമാസിനെ കൊണ്ട് അടുപ്പിച്ചത് പോലും ഹമാസിന്റെ ശക്തി എന്ന് പറയുന്നത് അമേരിക്ക തന്നെ ആയിരിക്കാം ചിലപ്പോൾ. ഉദാഹരണത്തിന് ആ പേജറിന്റെ എക്സ്പ്ലോഷൻ, ആ പേജറിന്റെ സ്ഫോടനം നമ്മളെ മുമ്പിൽ കാണിക്കുന്ന സാധനം എത്ര സൂക്ഷ്മമായിട്ട് എത്ര മുൻകൂട്ടി അവർ തയ്യാറാക്കിക്കൊണ്ട്. കാരണം പേജർ ഇപ്പം നിലവിൽ പോലും ആൾ ഉപയോഗിക്കുന്നില്ല. എന്നിട്ട് പോലും അത് അങ്ങനെ ആ ഒരു സ്ഫോടനം പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്രമാത്രം പ്ലാനിങ് അതിൻ്റെ പിന്നിലുണ്ടായിരുന്നുള്ളത് മനസ്സിലാക്കേണ്ട സാധനം. അല്ല, അവിടെയൊക്കെ അമേരിക്കൻ കൈകളുണ്ടായിരുന്നു എന്നുള്ള കാര്യം കുറേ കാലങ്ങൾ കഴിഞ്ഞാൽ മാത്രം മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. എന്തായാലും അമേരിക്കയുടെ ഒരു സാമ്പത്തിക താല്പര്യത്തിന് വേണ്ടി, മറ്റ് സാമ്പത്തിക താല്പര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട. തീർച്ചയായിട്ടും അതിനുവേണ്ടി നടത്തുന്ന ഈ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് ഇപ്പോൾ സംഭവിച്ചേക്കണമെന്ന് വെച്ചാൽ മധ്യേഷ്യയിൽ ഒരിടത്തും ആർക്കും ജീവിക്കാൻ പറ്റാത്തൊരു സ്ഥിതി ഉണ്ടായി. ഇന്ത്യക്കാരെ ബാധിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ മൈഗ്രൻ്റ് സൊസൈറ്റിയാണ്. പല സ്ഥലത്തേക്ക് നമ്മൾ. അതെ, മാത്രമല്ല നമ്മൾ മലയാളികളെ കൂടുതലും ബാധിക്കുന്ന പ്രശ്നമാണ്. മലയാളികളും ഈ ഗൾഫ് കുടിയേറ്റത്തിന്റെ ഭാഗമായിട്ട് ഈ സിറിയയിലും ലിബിയയിലും എല്ലാ സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് പേര് പോവുകയും അവർ നല്ല രീതിയിൽ ജീവിക്കുകയൊക്കെ ചെയ്യുന്നു. പക്ഷെ അവരുടെ ജീവിതത്തെ മുഴുവനും ഇപ്പം തന്നെ നമ്മുടെ മലയാളികൾ ഇപ്പോൾ പലരും നമ്മുടെ ആ ഭാഗത്തു നിന്നൊക്കെ ഇപ്പോൾ കുവൈറ്റ് അല്ലെങ്കിൽ ദുബായിൽ നിന്നൊക്കെ മറ്റ് പല ഭാഗത്തു നിന്നൊക്കെ വിളിക്കുമ്പോൾ അവരെല്ലാതെ സശ്രദ്ധം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇത് ഇസ്ലാമിക് രാജ്യങ്ങൾ എങ്ങനെ ഇപ്പോഴത്തെ ഈ സിറിയയിലെ സംഭവങ്ങളോടുകൂടി പ്രതികരിക്കും. കാരണം ഇസ്രയേൽ കയറി അട്ടിച്ച് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യം ഡെമാസ്കസില, ഈ സിറിയയുടെ ക്യാപിറ്റൽ സിറ്റിയായ ഡെമാസ്കസിലുള്ള സകല താവളങ്ങളുമാണ് കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ തകർത്തിളഞ്ഞു. അവിടെ നേവിയെ മുഴുവൻ തകർത്തിളഞ്ഞു. അതേപോലെ തന്നെ അവർ 40 കിലോമീറ്ററുള്ള ഈ ഗോലാൻ ഹൈറ്റ്സും ഈ ഡമാസ്കസും തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് അത് മുഴുവൻ എൻ്റെ കയ്യിലേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ അവിടെ എല്ലാം തകർത്ത് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ് ഇത്. അപ്പോൾ ഈ ഒരു സംഭവത്തെ ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അപലപിച്ചിട്ടുണ്ട്. അല്ല, ഈ അപലപനം കൊണ്ടൊന്നും ഒരു കാര്യമില്ല. കാരണം വെച്ചാൽ ഇവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇത് അവിടെയാണ് പക്ഷേ ഈ നമ്മുടെ മലയാളികളുടെ ആശങ്ക എന്ന് പറഞ്ഞാൽ ഗൾഫ് രാജ്യങ്ങൾ ഇതിനോട് എങ്ങനെ പ്രതികരിക്കും എന്നുള്ള ഒരു ആശങ്ക. കാരണം ഈ ആശങ്കയ്ക്ക് അടിസ്ഥാനം വേണ്ടല്ലോ. അല്ല, ഗൾഫ് രാജ്യങ്ങൾ ഇതിനോട് പ്രതികരിക്കുമെന്ന് ഞാൻ കണക്കാക്കുന്നില്ല. ഞാനും കരുതുന്നില്ല സാർ. കാരണം എന്ന് വെച്ചാൽ അവരവരുടെ സുരക്ഷിതത്വമാണ് നോക്കുന്നത്. അങ്ങനെ പറ്റുള്ളൂ. കാരണം സൗദി അറേബ്യയൊക്കെ മുമ്പോട്ട് പോകുന്ന പോക്ക് കണ്ടില്ലേ? എതിർത്ത് കഴിഞ്ഞാൽ അവരെ മടിച്ച് താർത്തളയും. മാത്രമല്ല ഇപ്പം അവരില്ലാത്ത ഇപ്പം ഉദാഹരണത്തിന് ഖത്തർ, സൗദി അറേബ്യ ഇപ്പോൾ 2034 വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്യാനായിട്ട് സൗദി അറേബ്യ മുമ്പോട്ട് വന്നിരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഭാഗത്ത് ഇസ്ലാമിക് രാജ്യങ്ങൾ വളരെ ഈ അവരെ തന്നെ നവീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. അതേസമയത്ത് ഈ മറുഭാഗത്ത് ഈ പറഞ്ഞതുപോലെ വളരെ ക്രൂഡായിട്ടുള്ള ഒരു ഇസ്ലാമൈസേഷൻ നടക്കുന്നുണ്ട് സാർ. അല്ലെ, ക്രൂഡ് ഇസ്ലാമൈസേഷൻ്റെ ഫലമായിട്ട് സംഭവിക്കുന്നതാണ് നമ്മൾ ഈ തീവ്രവാദം, അതിൻ്റെ പ്രവർത്തനങ്ങൾ. തീർച്ചയായിട്ടും ഇതിനൊക്കെ ഒരു പരിഹാരം അവസാനമായിട്ട് ഉണ്ടാവേണ്ടി വരും. കാരണം ഇതും ഒക്കെ ആയിട്ട് മുന്നോട്ട് ലോകത്തിന് പോകാൻ പറ്റില്ല. അപ്പോൾ ഒന്നില്ലെങ്കിൽ സമാധാനത്തിന് പാതയിലേക്ക് വരിക, അല്ലെങ്കിൽ ഇവരിങ്ങനെ തകർച്ചയെ നേരിടുക. രണ്ടല്ലാണ്ട് മറ്റൊന്നും അതിൻ്റെ മുന്നിലില്ല. ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ഹ്യൂമൻ പ്രെഡിക്കമെൻ്റ് ഉണ്ടല്ലോ, മനുഷ്യാവസ്ഥ. ആ മനുഷ്യരുണ്ട്, ആ മനുഷ്യരൊക്കെ എന്ത് ദുരന്തത്തിന് വിധേയമായി പോകുകയാണ്. ഉദാഹരണത്തിന് ഇപ്പം കയ്യും കാലും കണ്ണും ഇല്ലാത്തത് എത്രയോ മനുഷ്യരെ അവിടെ നിർമ്മിക്കപ്പെടുന്നു ഒരു ദിവസം. അത് യുദ്ധത്തിൽ മരിച്ചു എന്നവർ മാത്രമല്ല, പരിക്കേൽക്കുന്ന ആൾക്കാർ. ഇറാഖിലെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 12 ഒരു പത്തിയിൽ തന്നെ 12 വിരലുമായിട്ട് ജനിക്കുന്ന കുഞ്ഞുങ്ങൾ, കണ്ണിൻ്റെ ഭാഗത്ത് വെറും മാംസമായിട്ട് ജനിക്കുന്ന കുഞ്ഞുങ്ങൾ, ഇതെല്ലാം അന്നത്തെ യുദ്ധത്തിൻ്റെ പ്രത്യാഘാതങ്ങളാണ്. അപ്പോൾ അതേപോലെ സിറിയയിലെ കാര്യങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സിറിയയുടെ അവസ്ഥയെന്ന് ഇപ്പോൾ ഈ റബൽസ് അധികാരത്തിൽ വരുന്നു. ഇപ്പം ഈ ജൊമാനി അവിടെ അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാലും അയാളുടെ കയ്യിലൊരു ആർമി ഇല്ല. ഇപ്പം
ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഇസ്രായേൽ ആരെങ്കിലും അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇയാൾക്ക് ആരുടെയെങ്കിലും സഹായത്തെ അഭ്യർത്ഥിക്കാതെ ഇല്ലാതെ നിലനിൽക്കാൻ അല്ല, പറ്റില്ല. സഹായം അഭ്യർത്ഥിച്ചാൽ പോലും ഇവരാരും അയാൾക്ക് പ്രത്യേകിച്ച് സഹായമൊന്നും കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഇറാഖിൽ സംഭവിച്ചിരിക്കുന്നത് പോലെ സിറിയയിലും സംഭവിക്കും. എന്നുവെച്ചാൽ അമേരിക്കയുടെ ഒരു പാവ ഗവൺമെൻറ് അവിടെ സ്ഥാപിക്കപ്പെടാം. ഇന്നലെ ആന്റണി ബ്ലിങ്കൻ അങ്കാറയിലെത്തി എർദോഗനോട് സംസാരിച്ചു. യാതൊരു മടിയില്ലാതെ അവർക്ക് കുർദുകളെ, പിന്നെ സിറിയയിലുള്ള കുർദുകളെ തള്ളിപ്പറയാൻ മടിയുണ്ടാവത്തില്ല. മാത്രമല്ല, സിറിയ ഇനി മൊത്തത്തിൽ ഏതാണ്ട് 70% ഇനി റീകൺസ്ട്രക്ട് ചെയ്യണം. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു കൺസ്ട്രക്ഷൻ മേഖലയിൽ ഉണ്ടാകുന്ന ആ ഒരു വലിയ ബിസിനസ്, ഇതെല്ലാം അമേരിക്ക കാണുന്നുണ്ട് സാധനം. അല്ല, അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഇന്നലത്തെ ബ്ലിങ്കൻ്റെ അങ്കാറ സന്ദർശനം തന്നെ. അല്ല, ആ സന്ദർശനത്തിനോടുകൂടി തന്നെ ഞാൻ പറയുന്നത് അവരുടെ ഒരു സാറ്റലൈറ്റ് ആയിട്ട് ഇതിനെ വീണ്ടും രൂപപ്പെടുത്തും. തീർച്ചയായിട്ടും. അതായത് മറ്റൊരു ഇറാഖ് അങ്ങനെ വരും. അവിടുത്തെ ഭരണാധികാരികൾ എന്ന് പറയുന്നത് അമേരിക്ക നിശ്ചയിക്കുന്ന ആൾ. അങ്ങനെ വരുമ്പോൾ മാത്രം അവിടെ ശാന്തത ഉണ്ടാവുള്ളൂ. അതിൻ്റെ റീകൺസ്ട്രക്ഷൻ ആ പ്രോസസ്സായിട്ട് മുന്നോട്ട് പോകുന്നു. അതിൻ്റെ ഭാഗമായിട്ട് വലിയൊരു കടക്കണിയിലേക്ക് സിറിയ എത്തിക്കുന്നു. അവിടുന്ന് അവരുടെ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളാണ്. അത് മുഴുവൻ അതിന് പകരമായിട്ട് അമേരിക്ക കൊണ്ടുപോവുകയും ചെയ്യും. ഇറാഖിലാണ് സംഭവിച്ചത്, അത് തന്നെ സിറിയയിലും സംഭവിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.